പുഷ്പ 2 പ്രീമിയർ ഷോയ്ക്കിടെ യുവതി മരിച്ച സംഭവത്തിൽ നടൻ അല്ലു അർജുനെ പോലീസ് ചോദ്യം ചെയ്തു. ഹൈദരാബാദ് ചിക്കട്പള്ളി സ്റ്റേഷനിൽ വെച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. അല്ലു അർജുന്റെ സ്വകാര്യ സെക്യൂരിറ്റി മാനേജരെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. അതേസമയം ചിത്രത്തിന്റെ നിർമ്മാതാവ് മരിച്ച യുവതിയുടെ കുടുംബത്തിന് 50 ലക്ഷം രൂപ ധനസഹായമായി നൽകി. കൂടുതൽ വിവരങ്ങളുമായി ഐസൺ ജോസ് ചേരുന്നുണ്ട്. ഐസൺ, എന്താണ് മറ്റു വിവരങ്ങൾ? വിഷ്ണു, ഇപ്പോൾ നമുക്ക് ലഭ്യമാകുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏറ്റവും പുതിയ നടപടി എന്ന് പറയുന്നത് ജി നാഗരാജുവിന്റെ കസ്റ്റഡി എടുത്തതാണ്. അതായത് അല്ലു അർജുന്റെ മാനേജർ കൂടിയായ ജി നാഗരാജുവിനെ കസ്റ്റഡിയിലെടുത്തു എന്നാണ് പോലീസ് അറിയിച്ചിരിക്കുന്നത്. ഏത് കുറ്റം ചുമത്തിയാണ് അല്ലെങ്കിൽ എന്തടിസ്ഥാനത്തിലാണ് കസ്റ്റഡിയിലെടുത്തതെന്ന് സംബന്ധിച്ച വിശദീകരണങ്ങളൊന്നും തന്നെ പോലീസ് ഇതുവരെ നൽകിയിട്ടില്ല. അതിനിടെയാണ് ഏതാണ്ട് ഇന്ന് രാവിലെയോടുകൂടിയാണ് അല്ലു അർജുൻ ചോദ്യം ചെയ്യലിനായി ഹാജരാകുകയും 4 മണിക്കൂറോളം ചോദ്യം ചെയ്യുകയും ചെയ്തത്. അല്ലു അർജുൻ ഇപ്പോൾ ചോദ്യം ചെയ്തതിന് ശേഷം വിട്ടയക്കുകയും ചെയ്തു. ഏതാണ്ട് 3 മണി 4 മണിയോടുകൂടി അദ്ദേഹത്തെ ചോദ്യം ചെയ്യലിന് ശേഷം വിട്ടയക്കുകയും ചെയ്തു എന്നാണ് അറിയാൻ സാധിക്കുന്നത്. ഇന്ന് ചോദ്യം ചെയ്യൽ തുടരുന്നതിന് ഇടെയാണ് അല്ലു അർജുന്റെ മാനേജറെ കസ്റ്റഡിയിലെടുത്തു എന്ന വിവരങ്ങൾ പുറത്തു വരികയും ചെയ്യുന്നത്. എപ്പോഴാണ് കസ്റ്റഡിയിലെടുത്തത് എന്നത് സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങളില്ല എങ്കിൽ കൂടി ചോദ്യം ചെയ്യൽ പുരോഗമിക്കുന്നതിനിടയിലായിരുന്നു ഈ കസ്റ്റഡിയിലെടുക്കുന്ന നടപടി ഉണ്ടായത് എന്ന് തന്നെയാണ് അറിയാൻ സാധിക്കുന്നത്. അത്തരത്തിൽ നിയമപരമായ നീക്കങ്ങൾ ശക്തമാക്കണമെന്നൊരു നിലപാടും പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ട്. അതിന്റെ ഭാഗമായി നിലവിൽ ഇപ്പോൾ തെലങ്കാന ഹൈക്കോടതി അല്ലു അർജുനെ അനുവദിച്ചിരിക്കുന്ന ജാമ്യം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് കോടതിയെ സമീപിക്കാനുള്ള നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അന്ന് ഡിസംബർ 4-ന് സംഭവം ഉണ്ടായതിനു ശേഷം അറസ്റ്റ് ഉണ്ടായതിനു ശേഷം ഹൈക്കോടതി ഇടപെട്ട് അടിയന്തരമായി അല്ലു അർജുനെ ജാമ്യം അനുവദിക്കുകയായിരുന്നു. ജാമ്യ വ്യവസ്ഥകളിൽ വളരെ കൃത്യമായി സാക്ഷികളെ സ്വാധീനിക്കരുത് എന്നീ നിബന്ധനകളും അതുപോലെ തന്നെ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്ന നിബന്ധനയും നൽകിയിരുന്നു. ആ നിബന്ധനകളുടെ എല്ലാം അടിസ്ഥാനത്തിൽ അദ്ദേഹം കൃത്യമായി ചോദ്യം ചെയ്യലിന് ഹാജരാകുകയും ചെയ്തു. അതിനിടെയാണ് അല്ലു അർജുൻ അഭിനയിച്ച പുഷ്പ 2 എന്ന ഈ ദുരന്തത്തിന് കാരണമായ പ്രീമിയർ ഷോയുടെ തന്നെ സിനിമയായ അല്ലു അർജുന്റെ പുഷ്പ 2-ന്റെ നിർമ്മാതാവ് 50 ലക്ഷം രൂപയോളം ഡിസംബർ 4-ന് മരിച്ച യുവതിയുടെ കുടുംബത്തിന് നൽകാമെന്നൊരു നിലപാട് എടുത്തിരിക്കുന്നത്. നമുക്കറിയാവുന്നതാണ്. അല്ലു അർജുൻ ഈ കേസിൽ പ്രതിയാകുകയോടെ ചെയ്തതോടെ അല്ലു അർജുന് നേരിട്ട് അവർക്ക് പണം നൽകുകയോ അത്തരത്തിൽ എന്തെങ്കിലും സഹായം നൽകുകയോ ചെയ്താൽ അത് നിയമവിരുദ്ധമായ ഒരു നീക്കമായിരിക്കും. സാക്ഷികളെ സ്വാധീനിക്കുന്ന നീക്കമായി അതിനെ കണക്കാക്കാനും അത് മറ്റൊരു നടപടിയിലേക്ക് നീങ്ങാനും സാധ്യതയുള്ളത് കൊണ്ടാണ് അല്ലു അർജുന്റെ നിർമ്മാതാവ് പണം നൽകാൻ തീരുമാനിച്ചത് എന്നാണ് നിയമവൃത്തങ്ങളിൽ നിന്നെല്ലാം തന്നെ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതേസമയം അല്ലു അർജുന്റെ ചോദ്യം ചെയ്യലും നിയമ നടപടികളും പുരോഗമിക്കുകയാണ്. അന്ന് വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. ഇപ്പോൾ ഇനിയും ഉണ്ടാകും എന്ന വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. വിഷ്ണു, ശരി. ഐസൺ ജോസ് ആണ് വിവരങ്ങൾ നൽകിയത്.